നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. പൗലിസ്റ്റ യോണിൽ സാൻഡോസ് ഇന്ന് ഒരു ക്ലാസിക് പോരാട്ടത്തിനിറങ്ങിയാണ്. എതിരാളികൾ കൊറിന്ത്യൻസാണ്. വമ്പന്മാർക്കെതിരെയാണ് പോരാട്ടം. ഇന്ന് രാത്രി സാൻഡോസിൻ്റെ മൈതാനത്താണ് കളി നടക്കുന്നത്. പക്ഷേ നമുക്ക് ഇന്ത്യൻ സമയം പറയുമ്പോൾ നാളെ പുലർച്ചെ 4 മണിക്കാണ് ആ കളി. ഈ കളിക്ക് മുന്നോടിയായി നടത്തിയ സാൻഡോസിൻ്റെ അവസാന ട്രെയിനിങ് സെഷനിൽ നെയ്മർ ജൂനിയർ പങ്കെടുത്തിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും നെയ്മർ റെഡിയായോ, നെയ്മർ കളിക്കുമോ എന്നൊക്കെയുള്ള ചില ചോദ്യങ്ങൾ ആരാധകരിൽ നിന്ന് വരുന്നുണ്ട്. അപ്പോൾ എന്താ സംഭവിച്ചെന്ന് നോക്കാം. നെയ്മർ സാൻഡോസിൻ്റെ ഫൈനൽ ട്രെയിനിങ് സെഷൻ ഈ കൊറിന്ത്യൻസുമായിട്ടുള്ള ക്ലാസിക് മത്സരത്തിന് മുന്നോടിയായിട്ട് അറ്റൻഡ് ചെയ്തിരുന്നു. ഗ്ലോബോയുടെ റിപ്പോർട്ടാണ്. പക്ഷേ അദ്ദേഹത്തെ മാച്ച് ഡേ സ്ക്വാഡിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. എന്നിട്ട് പിന്നെ എന്തിനാണ് താരം ഈ ട്രെയിനിങ് സെഷനിൽ എത്തിയതെന്ന് ചോദിച്ചാൽ അത് തൻ്റെ സപ്പോർട്ട് താരങ്ങൾക്ക് ഒരു പ്രധാന മത്സരം കളിക്കാൻ ഇറങ്ങുമ്പോൾ അതിന് മുന്നോടിയായിട്ട് തൻ്റെ പിന്തുണ അറിയിക്കാനാണ് നെയ്മർ ഈ ഒരു ട്രെയിനിങ്ങിന് അറ്റൻഡ് ചെയ്തത് എന്നാണ് ഗ്ലോബോയുടെ റിപ്പോർട്ട്. ഇപ്പോൾ നെയ്മറുടെ ഇപ്പോഴത്തെ സ്ഥിതി എന്താണെന്ന് ചോദിച്ചാൽ അതുകൂടി ഗ്ലോബോ പറയുന്നുണ്ട്. അദ്ദേഹം തൻ്റെ സർജറിയിൽ നിന്നുള്ള റിക്കവറിയുടെ ഫൈനൽ സ്റ്റേജിലാണ്. നെയ്മർ നല്ല രൂപത്തിൽ ഫിസിയോതെറാപ്പിയും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്ത് മുന്നോട്ട് പോകുന്നുണ്ട്. ഫെബ്രുവരിയുടെ തുടക്കത്തിൽ അദ്ദേഹം കളിക്കാൻ ഇറങ്ങുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്നുകൂടി ഗ്ലോബോ റിപ്പോർട്ട് ചെയ്യുന്നത്. അതായത് നെയ്മർ മടങ്ങിയെത്തുന്നതിൻ്റെ തൊട്ടരികിലാണ്. ഫെബ്രുവരിയിൽ അടുപ്പിച്ച് 2 കളികൾ അവർക്ക് സാവോ പോളോയുമായിട്ട് കളിക്കാനുണ്ട്. ഫെബ്രുവരി 1 ഫെബ്രുവരി 5 ആ കളികൾ. ഈ മത്സരങ്ങൾക്ക് ഇടയിൽ, അതായത് ഒരു കളി കഴിഞ്ഞ് രണ്ടാമത്തെ കളി വരുന്നതിന് മുമ്പ് നെയ്മർ ജൂനിയർ കളിക്കളത്തിലേക്ക് മടങ്ങിയെത്തുമെന്നാണ് ഇപ്പോൾ ബ്രസീലിയൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഏതായാലും നെയ്മറുടെ ആശീർവാദത്തോടു കൂടി ഇന്ന് കളിക്കാൻ ഇറങ്ങുന്ന സാൻഡോസിനെ കൊറിന്ത്യൻസ് എന്ന വമ്പന്മാരെ വീഴ്ത്താൻ പറ്റുമോ എന്നുള്ളതാണ് ഫുട്ബോൾ ലോകം ഉറ്റുനോക്കുന്നത്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.